എവരിവൺ, നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. USS എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പൊ ബേസിക് സയൻസിൽ സ്ഥിരമായിട്ട് ആവർത്തിച്ച് കാണുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്കറിയാം, ഇങ്ങനെ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, സിലബസുകൾ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇവൺ ദോ നമുക്ക് പഠിക്കേണ്ട കുറേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഒരേ ടോപ്പിക്കുകൾ പോലെ ആവർത്തിച്ചും വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ആവർത്തിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇൻ വിച്ച് ക്രോപ്പ് ഡിഡ് ദ ഗ്രീൻ റെവല്യൂഷൻ ടേക്ക് പ്ലേസ് ഫോർ ദ ഫസ്റ്റ് ടൈം? ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആദ്യം അരങ്ങേറിയത് ഏത് വിളയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ കാർഷിക രംഗത്തുണ്ടായ വലിയ രീതിയിലുള്ള ഒരു പുരോഗതിയെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ക്രോപ്പ് കൾട്ടിവേഷന്റെ ഒരു അളവ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. നമുക്ക് ലഭിച്ചിരുന്ന വിളവ് എന്ന് പറയുന്നത് എപ്പോഴും ഇന്ത്യയിലുള്ള ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ പോലും തികയാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ആവശ്യത്തിനധികം എന്തുണ്ട്, ഫുഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വിദേശ രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇവിടുത്തെ ക്രോപ്സ് കയറ്റുമതി ചെയ്യാനും പറ്റുന്ന അളവിലേക്ക് നമ്മളുടെ ഒരു ഇന്ത്യൻ ക്രോപ്പ് കൾട്ടിവേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ റെവല്യൂഷന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥൻ. കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം മരണപ്പെട്ടത് ഈ അടുത്ത കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെ ആയിരുന്നു. MS സ്വാമിനാഥന്റെ ജന്മദേശം എന്ന് പറയുന്നത് കേരളമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചോദ്യം മറന്നു പോകരുത്. എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഗോതമ്പാണ്. ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഗോതമ്പിലാണ് നമ്മൾക്ക് വലിയൊരു രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഗോതമ്പാണെന്നുള്ളത് ഓർത്തു വെക്കുക. പക്ഷെ ഹരിത വിപ്ലവം എന്നുള്ള ആശയം ലോകത്തിൽ ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ത്യയിലല്ല. നമ്മുടെ MS സ്വാമിനാഥനും മറ്റൊരു ലോകരാഷ്ട്രമായിട്ടുള്ള മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് ഈ ഒരു ആശയം ഉൾക്കൊള്ളുന്നത്. അവിടെ ഈ ഒരു ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ നോർമൻ ബെർലോഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ ലോകത്തിൽ മൊത്തം കണക്കിലാക്കുകയാണെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് നോർമൻ ബെർലോഗും, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്, ഡോക്ടർ MS സ്വാമിനാഥനുമാണ്. ഹരിത വിപ്ലവം പോലെ തന്നെ അല്ലെ നമുക്ക് കാർഷിക രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം ഹരിത വിപ്ലവമാണെങ്കിൽ, പാലിന്റെ രംഗത്ത് ഇത്തരത്തിൽ ഒരു കുതിച്ചുചാട്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ പാല് ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ധവള വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ധവള വിപ്ലവം. ധവള വിപ്ലവം അഥവാ വൈറ്റ് റെവല്യൂഷൻ. വൈറ്റ് റെവല്യൂഷൻ എന്നുള്ളത് ഓർത്തു വെക്കുക. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ. അപ്പൊ നമ്മൾ ഒരു ചോദ്യം പഠിക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ചോദ്യം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. നെയിം ദ മെത്തേഡ് ബൈ വിച്ച് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ആർ ഫോംഡ് ഫ്രം ദ റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ഓഫ് പ്ലാന്റ്. സസ്യത്തിന്റെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പുതിയ ചെടികൾ ഉണ്ടാവുന്നത്, വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ്. ഇതൊക്കെ എന്താണ്, വെജിറ്റേറ്റീവ് പാർട്സ് ആണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള വെജിറ്റേറ്റീവ് പാർട്സ് പുതിയ ചെടി ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നമുക്ക് മലയാളത്തിൽ എന്തു പറയാം, കായിക ഭാഗങ്ങളായതുകൊണ്ട് തന്നെ കായിക പ്രജനനം അല്ലെ, കായിക പ്രജനനം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സസ്യങ്ങൾ കായിക പ്രജനനത്തിലൂടെയും അതേപോലെ തന്നെ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയുമാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ പുതിയ ചെടികൾ രൂപപ്പെടുന്നത്, നമ്മള് ലൈംഗിക പ്രത്യുൽപാദനമാണെങ്കിൽ അല്ലെ, സീഡിൽ നിന്ന്, വിത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക, പുതിയ ചെടികൾ എന്ത് ചെയ്യുന്നത്, രൂപപ്പെടുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് അല്ലെ, ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
സാധാരണ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ചെറിയ ഒരു അറിവല്ല, പരന്ന ഒരു അറിവ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തുത. ഇപ്പൊ 2 ക്വസ്റ്റ്യനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്താണ്, ആ 2 ക്വസ്റ്റ്യനിലൂടെ ഒരു 10 ക്വസ്റ്റ്യനിലധികം നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതേ ചാപ്റ്ററിൽ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ഏരിയയിലേക്ക് പോവാം നമുക്ക്. മുയൽ വളർത്തലിന് വിളിക്കുന്ന പേരെന്ത്? അതായത് ശാസ്ത്രീയമായിട്ടുള്ള മുയൽ വളർത്തലിന് നമ്മൾ എന്താണ് പേരിട്ട് വിളിക്കുന്നത്? വാട്ട് ഇസ് ദ നെയിം ഓഫ് റാബിറ്റ് ബ്രീഡിംഗ് എന്നാണ്. പൗൾട്രി ഫാമിംഗ്, ക്യൂണിക്കൾച്ചർ, സെറികൾച്ചർ, എപ്പികൾച്ചർ. അപ്പൊ ഈ സെറികൾച്ചറും എപ്പികൾച്ചറും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാന ഭാഗത്തായിട്ട് അല്ലെ ഒരു സർക്കിൾ ആകൃതിയിൽ ഒരു പിക്ചോറിയൽ ഡയഗ്രാം ഒക്കെ ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതാണ് റാബിറ്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്? ഓർത്ത് വെക്കുക, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ക്യൂണിക്കൾച്ചർ ആണ്. ക്യൂണിക്കൾച്ചർ ആണ്. ക്യൂണി അല്ലെ. ഇനിയിപ്പോ നമ്മൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു മുയലിനെയൊക്കെ കാണുമ്പോൾ ക്യൂണി എന്ന് വിളിച്ചോ നിങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും അല്ലെ. ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. പൗൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത് എന്താ, മറ്റു കോഴി വളർത്തലും ഒക്കെ ആയിട്ട് അല്ലെ. കോഴി അതുപോലെ തന്നെ ഈ പറയുന്ന മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പൗൾട്രി ഫാമിങ്ങിൽ മെയിൻ ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. സെറികൾച്ചർ, സെറി എന്താ, പട്ടുനൂൽ പുഴു അല്ലെ, പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതാണ് സെറികൾച്ചർ. എപ്പികൾച്ചറോ തേനിന് വേണ്ടി ഹണി ബീസിനെ വളർത്തുന്നതിനാണ് നമ്മൾ എപ്പികൾച്ചർ എന്ന് പറയുക. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് കാണാം. ബൈ ബൈ.